ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണശേഷമുള്ള പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വജഅലന മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദി അത്അമന, നമ്മളെ ഭക്ഷിപ്പിച്ച, വസഖാന, നമ്മളെ കുടിപ്പിച്ച, വജഅലന മിനൽ മുസ്ലിമീൻ, നമ്മളെ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. 3 കാര്യങ്ങൾ അള്ളാഹു ചെയ്തു തന്ന 3 അനുഗ്രഹങ്ങൾക്കാണ് നമ്മളിവിടെ നന്ദി പറയുന്നത്, അവനെ സ്തുതിക്കുന്നത്. അതിൽ ഒന്ന് അത്അമന, നമ്മളെ ഭക്ഷിപ്പിച്ചിട്ടുള്ള. അതേപോലെ വസഖാന, തുടർന്ന് പറയുന്നത് നമ്മളെ കുടിപ്പിച്ച. പാനീയം, വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അവൻ ഉദ്ദേശിച്ചാലല്ലാതെ, അവൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ അതൊന്നും നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമുക്ക് വേണ്ടിയിട്ടുള്ള, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി നമ്മളുടെ കൈകളിലേക്ക് എത്തുകയും അതെത്താൻ ഒരു തൗഫീഖ് വേണം. അതെത്തിച്ച് അത് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ പോലും അത് കഴിക്കാനും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വേണം. ചില രോഗികളെ അല്ലെങ്കിൽ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, മുന്നിൽ ഭക്ഷണം ഉണ്ടായിട്ടും അതൊന്ന് കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരാളുണ്ടായിരുന്നു, അന്നനാളത്തിലെ ക്യാൻസർ കാരണം ഒരു ജ്യൂസ് പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. കാലങ്ങളോളമായി അതിന് കഴിയാതെ വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വായയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തുപ്പിക്കളയുകയാണ്. കാരണം അത് ഇറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടും അതിനു ശേഷമുള്ള, അതിനു പിന്നിലുള്ള ദഹനപ്രക്രിയ നല്ലതായി നടത്തിക്കൊണ്ടുവരുന്നവനും അവനാണ്. അപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് കുടിക്കുന്നതിൻ്റെ പേരിൽ എത്രത്തോളം അള്ളാഹുവിന് കടപ്പെട്ടവരാണ് നമ്മൾ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ഒരു ദിവസം നിശ്ചിത അളവിലല്ലാതെ വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല, അതിലേറെ കുടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മളെല്ലാം അള്ളാഹു തീറ്റിപ്പോറ്റുമ്പോൾ എത്രത്തോളം അവനോട് കടപ്പെട്ടിട്ടുണ്ട് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഉമ്മയുണ്ടായിരുന്നു. അവർ അടുക്കളയിൽ മക്കളൊന്നും കാണാതെ ഭക്ഷണം പാകം ചെയ്യും. എന്നിട്ട് ഡൈനിങ് ഹാളിലിരുന്ന് ഡൈനിങ് ടേബിൾ മക്കളെ വിളിച്ചു ഇരുത്തും. എന്നിട്ട് അവരോട് പറയും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഭക്ഷണം തരാൻ വേണ്ടിയിട്ട്, കുടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ ഉമ്മ അടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം മക്കളുടെ മുന്നിലേക്ക് കൊണ്ടുവരും, അവർക്ക് കഴിക്കാൻ കൊടുക്കും. ഇങ്ങനെ ഇവർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്, അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ എന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധ്യം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തിന്നാൻ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കുടിക്കാൻ തുടങ്ങുന്ന സമയത്തും അവനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കുടിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വേളയിൽ പോലും അവൻ ഒരുപാട് ചില നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അതിനുശേഷം സന്തോഷത്തോടു കൂടിയിട്ട് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നമ്മൾ ഭക്ഷണശേഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹു ആ അടിമയെക്കുറിച്ച് സംതൃപ്തനാണ് എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും ആ അടിമയെ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അവനെ എത്ര ഓർക്കുന്നുവോ അതിലേറെ അവൻ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും, നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. 3-ാമതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം ഈ പ്രാർത്ഥനയിൽ പറയുന്നത് വജഅലന മിനൽ മുസ്ലിമീൻ,
ഞങ്ങളെ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് രണ്ടും പറയണം എന്നുണ്ടെങ്കിൽ മുസ്ലിമായ ഒരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഓരോ നേരവും നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനോട് നന്ദി പറയുക, അവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.